രാവിലെ നേരത്തെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് പള്ളി പോവാണ്. പള്ളി പോവാൻ നമ്മുടെ വണ്ടിയില്ല. വണ്ടി വർക്ക്ഷോപ്പിലാണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ജോമി ആന്റിയുടെ വണ്ടി എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നത്. ആ കണ്ണാണ് ജോമി ആന്റിയുടെ വീട്. ഞാൻ ചെന്നപ്പോഴത്തേനും ജോമി ആന്റിയുടെ പട്ടി ദേ നിൽക്കുന്നു. ഞാൻ ഗേറ്റിന്റെ ഇപ്പുറത്ത് തന്നെ നിന്നു. അങ്ങനെ വണ്ടി കിട്ടി. നമ്മള് ഷെർണി ചേച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഷെർണി ചേച്ചി വന്നിട്ട് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ആ ലൈറ്റും കത്തിച്ചുകൊണ്ട് വരുന്നതാണ് ഷെർണി ചേച്ചി. ഇന്ന് നമ്മുടെ പള്ളിയില് വൈകിട്ടാണ് കുർബാന. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നത് ആശ്രമത്തിലാണ്. ആശ്രമത്തിലെ കുർബാനയൊക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങള് വണ്ടി ഇട്ട് തിരിച്ചു വരികയാണ്. ഒരു 10-11 മണിയൊക്കെ ആയപ്പോ വല്യപ്പ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയില്ലല്ലോ, അപ്പൊ വേറെ വഴിയില്ല. അങ്ങനെ ഞാനും വല്യപ്പയും കൂടി പാറക്കൽ എത്തിയിട്ടുണ്ട്. പാറക്കല് വന്ന് കുറച്ചു നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചെക്ക് മേടിച്ച് ഞങ്ങള് ബാങ്കിൽ പോയി. ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീണ്ടും പാറക്കല് പോയി. അവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വല്യപ്പ എന്നെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവിടാം. പോകുന്ന വഴിക്ക് ഞങ്ങള് ചായയും മുളക് ബജിയും മുട്ട ബജിയും ഒക്കെ കഴിച്ചു. അതിന്റെ തൊട്ടപ്പുറത്താണ് എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുന്നത്. ഇത് കണ്ടോ എന്റെ വണ്ടിയുടെ കോലം? ഫുൾ സീറ്റൊക്കെ അഴിച്ച് ഫുള്ളായിട്ട് പണിയാൻ കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വല്യപ്പ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് വല്യപ്പ പോയി. വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം പപ്പയാണ് എന്നെ കടയിലേക്ക് കൊണ്ടുവിട്ടത്. പോകുന്ന വഴിക്ക് വണ്ടിയുടെ പണി കഴിഞ്ഞോന്നറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വർക്ക്ഷോപ്പ് വരെ പോയി. വണ്ടി പേര് കുറെ കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.